കഥയെ ആരംഭിക്കുന്നത് സ്കോട്ട് എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സ്കോട്ട് എന്ന് ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അയാളന്ന് അവിടെ ഒരുപാട് മദ്യപിച്ചു, ഡാൻസ് കളിച്ചു, ബോധമില്ലാത്ത പോലെ പലതരത്തിലും പെരുമാറി. കഥയവിടെ നിന്നും അയാളുടെ മൂത്ത മകൻ ഓസ്റ്റിനിലേക്ക് തിരിയുന്നു. ഓസ്റ്റിനാണ് നമ്മോട് കഥ പറയുന്നത്. വളരെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു തൊപ്പിയൊക്കെ വെച്ച ഒരു സുന്ദരൻ പയ്യൻ. ഓസ്റ്റിൻ പറഞ്ഞു, അന്ന് ആ രാത്രിയിലായിരുന്നു തന്റെ ജീവിതത്തിൽ പലതും മുടഞ്ഞുപോയത്. നിങ്ങളോട് അതിനെപ്പറ്റി ഞാൻ വിശദമായി പറയാം. സ്കോട്ട് ഒരുപാട് മദ്യപിച്ചിരുന്നല്ലോ. കുറച്ചു കഴിഞ്ഞ് അയാൾ റെസ്റ്റ് റൂമിലേക്ക് പോയി. തന്റെ മുമ്പിലുള്ള കണ്ണാടിയിൽ നോക്കി താൻ എത്ര മോശം അച്ഛനാണ്, എത്ര മോശം ഭർത്താവാണ് എന്ന മട്ടിൽ തന്നെ ചീത്ത വിളിക്കാൻ ആരംഭിച്ചു. നേരത്തെ ഓസ്റ്റിനെ പരിചയപ്പെട്ടല്ലോ. ഓസ്റ്റിന് ഒരു ജനറ്റിക്കൽ കണ്ടീഷൻ ഉണ്ട്. ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്നാണ് അതിന് പറയുന്നത്. സംഭവം എന്തെന്നാൽ ഒന്ന് വീണാൽ തന്നെ ഓസ്റ്റിന്റെ എല്ലുകളൊടിയും, അമർത്തിയൊന്ന് പിടിച്ചാൽ ഓസ്റ്റിന്റെ കൈയൊടിയും. തുടർച്ചയായി പലപ്പോഴും ജനിച്ചപ്പോൾ മുതൽ ഓസ്റ്റിന്റെ എല്ലുകളൊടിഞ്ഞ് അവനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല ഓസ്റ്റിൻ നോട്ടിസം ബാധിതനായ ഒരു പയ്യനും കൂടിയാണ്. അതിൻ്റെതായ കുസൃതികളും കളിതമാശകളുമൊക്കെ അവന്റെ പക്കൽ ഉണ്ടായിരുന്നു. എന്തായാലും സ്കോട്ട് എന്ന് പാർട്ടിയൊക്കെ കഴിഞ്ഞപ്പോ മൂത്ത മകൻ ഓസ്റ്റിനെയും രണ്ടാമത്തെ മകൻ ലോഗനെയും കൂട്ടി വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. മദ്യപിച്ച് മതോന്മത്തനായിരുന്നെങ്കിലും അയാൾ വണ്ടിയോടിക്കാൻ ധൈര്യം കാണിച്ചു. കഥയവിടെ നിന്നും ഏകദേശം 13 കൊല്ലം 9 മാസം 3 ആഴ്ച പിന്നിലേക്ക് പോകുന്നു. തന്റെ പാരന്റ്സ് എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്ന് ഓസ്റ്റിൻ നമ്മോട് പറയുകയാണ്. സ്കോട്ട് എന്ന തന്റെ സുഹൃത്തായ ജോയ്ക്കൊപ്പം ഒരു വസ്ത്രവിതരണ സ്ഥാപനത്തിൽ വസ്ത്രമെടുക്കാൻ കയറിയിരിക്കുകയായിരുന്നു. ആ സമയമാണ് അവിടുത്തെ സെയിൽസ് ഗേളായ തെരേസ അവന്റെ കണ്ണിൽപ്പെടുന്നത്. കണ്ടമാത്രയിൽ നീലക്കണ്ണുള്ള തെരേസയെ സ്കോട്ടിനങ്ങ് ഇഷ്ടപ്പെട്ടു. ജോയോട് അവനക്കാര്യം പറയുകയും ചെയ്തു. ജോ ധൈര്യം പകർന്നപ്പോ സ്കോട്ടും അല്പം ധൈര്യം സംഭരിച്ച് തെരേസയുടെ മുമ്പിലെത്തി. തെരേസയോട് ചെറുതായൊന്ന് ഫ്ലേർട്ട് ചെയ്തൊക്കെ സംസാരിച്ചു. ഒടുവിൽ അവളെ പുറത്ത് ഒരു ഡേറ്റിനും ക്ഷണിച്ചു. സ്കോട്ടിന്റെ ആ സംസാരവും മറ്റും തെരേസയ്ക്കും ഇഷ്ടപ്പെട്ടിരുന്നു. തെരേസയും ഡേറ്റിനെ സമ്മതിക്കുകയാണ്. അങ്ങനെ അവരുടെ ആദ്യത്തെ ഡേറ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ ഡേറ്റ് കഴിഞ്ഞു. ഇരുവരും തമ്മിൽ ഇഷ്ടമാകുന്നു എന്ന കാര്യം വ്യക്തമായി. അന്നൊരു ദിവസം നടന്ന് സംസാരിക്കുമ്പോൾ തെരേസ തന്നെപ്പറ്റി സ്കോട്ടിനോട് വ്യക്തമായി പറഞ്ഞു. തനിക്കൊരു ജനറ്റിക് കണ്ടീഷൻ ഉണ്ട്. ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ അഥവാ OI എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്റെ എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് തനിക്ക് ഈ മനോഹരമായ നീലക്കണ്ണുകളും ഉണ്ടായത് എന്നവൾ വ്യക്തമാക്കി. സ്കോട്ടിന് അതിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അവനവളെ ഗാഢമായി ചുംബിച്ചു. അന്ന് രാത്രി അവരൊന്നിച്ച് ചിലവഴിച്ചിരുന്നു. കുറച്ചു നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ജോയ്ക്കൊപ്പം ഒരു വൈകുന്നേരം ചിലവിടുമ്പോൾ സ്കോട്ടിനൊരു ഫോൺ കോൾ വരികയാണ്. വിളിക്കുന്നത് തെരേസയായിരുന്നു. ആ വാർത്ത കേട്ട് സ്കോട്ട് അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടിപ്പോയി. സ്കോട്ട് അച്ഛനാവാൻ പോകുന്നു എന്നായിരുന്നു തെരേസ അറിയിച്ചത്. ഒരച്ഛനാവാനുള്ള തയ്യാറെടുപ്പുകളോ ഒന്നും തന്നെ അവനുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം അവനൊന്ന് പാനിക്കായി. ജോ വന്ന് സ്കോട്ടിനെ സമാധാനിപ്പിച്ചു. പിന്നാലെയാണ് വ്യക്തമാകുന്നത് യാഥാർത്ഥ്യത്തിൽ ജോ എന്നൊരു വ്യക്തിയില്ല. ചെറുപ്പം തൊട്ടേ സ്കോട്ട് സങ്കല്പിക്കുന്ന ഒരു സുഹൃത്താണ് ജോ. ജോയെ അവൻ നേരിട്ട് കാണുകയും ചെയ്യാറുണ്ടായിരുന്നു. വീട്ടിലെത്തി സ്കോട്ട് തന്റെ പാരന്റ്സിനോട് തെരേസയെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയിച്ചു. അമ്മ സ്കോട്ടിനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ സ്കോട്ടിനെ സപ്പോർട്ട് ചെയ്തു. തെരേസയെയും കുട്ടിയെയും കൈവിടാൻ സ്കോട്ട് ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തെരേസയ്ക്കൊപ്പം ഒന്നിച്ച് താമസം മാറ്റാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ലിവിംഗ് ടുഗദർ ആരംഭിച്ചു. തെരേസ പ്രഗ്നന്റ് ആയി. അപ്പോഴേക്കും 3 മാസക്കാലം പിന്നിട്ടിരുന്നു. തെരേസയെ സപ്പോർട്ട് ചെയ്ത് സ്കോട്ട് ആ ഫ്ളാറ്റിൽ എപ്പോഴും തുടർന്നു. ഗർഭകാലത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് തന്റെ ജനറ്റിക് കണ്ടീഷൻ പകർന്നു കിട്ടുമോ, OI വരുമോ എന്നൊരു ഭയം എപ്പോഴും അവൾക്കുണ്ടായിരുന്നു. അപ്പോഴൊക്കെ സ്കോട്ട് അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ ആ ദിവസമായി. ഓസ്റ്റിൻ ഈ ലോകത്തേക്ക് വരുന്ന ദിവസം ലേബർ റൂമിൽ OI ഉള്ളതുകൊണ്ട് തന്നെ തെരേസ കൂടുതൽ വേദനയോടെയായിരുന്നു പ്രസവ സമയത്ത് കിടന്നിരുന്നത്. അവളുടെ ചില എല്ലുകളെ ഒടിച്ചുകൊണ്ടായിരുന്നു ഓസ്റ്റിൻ ജനിച്ചു വീണതും. കുട്ടി ജനിച്ചപ്പോൾ അവളേറെ സന്തോഷിച്ചു. പക്ഷേ മറ്റു കുട്ടികളെപ്പോലായിരുന്നില്ല. ജനിച്ചു വീണതിന് പിന്നാലെ ഓസ്റ്റിൻ കരച്ചിലാരംഭിച്ചു. നിർത്താത്ത കരച്ചിൽ. എന്താണ് കാര്യം എന്നാർക്കും മനസ്സിലായതുമില്ല. കാര്യം എന്തെന്നാൽ അവന്റെ എല്ലൊടിഞ്ഞിരുന്നു. പക്ഷേ എല്ലുകളൊടിയുന്ന രോഗം അമ്മയിൽ നിന്ന് അവന് പകർന്നിട്ടുണ്ട് എന്ന കാര്യം ആരും തന്നെ അപ്പോൾ തിരിച്ചറിഞ്ഞില്ല. ഓസ്റ്റിന്റെ ജീവിതത്തിൽ ഓസ്റ്റിന് ആ ജനറ്റിക് കണ്ടീഷൻ പകർന്നു കിട്ടിയിട്ടുണ്ട് എന്ന് പാരന്റ്സ് അറിയുന്നത് കുറച്ചു വർഷങ്ങൾ കൂടി പിന്നിട്ടിട്ടായിരുന്നു. കുട്ടിയായി ഓസ്റ്റിൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ താഴെ വീണു. അവന്റെ എല്ലൊടിഞ്ഞു. ഡോക്ടേഴ്സ് എന്ന് നടത്തിയ പരിശോധനയിൽ ജനിച്ചപ്പോൾ മുതൽ പലതവണ അവന്റെ എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ടെന്നും അത് സുഖപ്പെട്ടിട്ടുണ്ട് എന്നും വെളിപ്പെടുത്തി.
വെളിപ്പെടുത്തി. പിന്നാലെ അവന് OI എന്ന ജനറ്റിക് കണ്ടീഷനുണ്ട് എന്ന് ഡോക്ടേഴ്സ് അവരെ അറിയിക്കുകയാണ്. തന്റെ മകനും തന്റെ അവസ്ഥ വന്നല്ലോ എന്നോർത്ത് തെരേസ വല്ലാതെ ദുഃഖിച്ചിരുന്നു. കുട്ടിക്കാലത്ത് അവനെപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നത് ഇതുകൊണ്ടായിരുന്നല്ലേ എന്നൊരു വേദനയോടെ തെരേസ എന്ന് പറയുന്നുമുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് എല്ലൊടിയലിന്റെ കാലമായിരുന്നു. ഓസ്റ്റിന്റെ എല്ലുകൾ പലതവണ ഒടിഞ്ഞുകൊണ്ടേയിരുന്നു. എത്രയൊക്കെ കെയർ ചെയ്താലും കുട്ടിയാണല്ലോ, വീഴുകയും എല്ലൊടിയുകയും ചെയ്യും. അങ്ങനിരിക്കെയാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമുണ്ടാകുന്നത്. സ്കോട്ടിന്റെ കയ്യിൽ ഒരു പേപ്പർ കിട്ടി. കൃത്യമായി പറഞ്ഞാൽ തെരേസയുടെ ഡിവോഴ്സ് പേപ്പർ. തെരേസ മുമ്പ് 2 തവണ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടത്രേ. അത് കണ്ട് സ്കോട്ടിന്റെ നിയന്ത്രണം തന്നെ വിട്ടുപോയിരുന്നു. തെരേസയ്ക്ക് അടുത്ത് ചെന്ന് ഇതൊക്കെ എന്താണ് എന്ന് മട്ടിൽ അവൻ ചോദിച്ചു. തെരേസ പറഞ്ഞു, ഞാൻ എന്റെ 18-ാം വയസ്സിൽ ആദ്യത്തെ വിവാഹം കഴിച്ചു. പക്ഷേ ആ വിവാഹം ഞാൻ വിചാരിച്ച പോലായില്ല. അതിൽ നിന്ന് എനിക്ക് പോരേണ്ടി വന്നു. അടുത്ത വിവാഹത്തിലും അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ അച്ഛൻ ഒരു കുടിയനായിരുന്നു. കുട്ടിക്കാലം മുതലേ വീട്ടിൽ ഉപദ്രവവും മറ്റുമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു 18ആയപ്പോഴേ ഞാൻ വിവാഹം കഴിച്ചത്. എന്റെ അമ്മയാണെങ്കിൽ വലിയൊരു രോഗിയായിരുന്നു. എന്റെ മുമ്പിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വഴികളുണ്ടായിരുന്നില്ല. നീ എന്താ എന്നോട് പിന്നെ ഇത് പറയാതിരുന്നത്? സ്കോട്ട് അല്പം ദേഷ്യത്തിലായിരുന്നു. തെരേസ പറഞ്ഞു, നിങ്ങളെ എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എന്നെയും ഇഷ്ടപ്പെട്ടു. ആദ്യമൊക്കെ പറയാമെന്ന് കരുതി. പിന്നെ ഇഷ്ടം വർദ്ധിച്ചപ്പോ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് ഭയമായി. അതുകൊണ്ടാ പറയാതിരുന്നത്. കാര്യം എക്സ്പ്ലനേഷനൊക്കെ കേട്ടെങ്കിലും സ്കോട്ടിന് ആദ്യമൊന്നും അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവൻ കുറേയധികം ആലോചിച്ചു. ഏറ്റവും ഒടുവിൽ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. തന്നെ വിവാഹം കഴിക്കാമോ എന്ന തരത്തിൽ തെരേസയെ അവൻ പ്രപ്പോസ് ചെയ്തു. ആ സമയമാകട്ടെ തെരേസ കിച്ചണിൽ വേസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രപ്പോസൽ തെരേസയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. തെരേസ കൃത്യമായി അതിന് മറുപടി കൊടുത്തില്ല. എന്തായാലും തനിക്കിപ്പോ അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് മാത്രം പറഞ്ഞു. എന്നിരുന്നാൽ തന്നെയും മക്കളുണ്ടല്ലോ, ഒന്നിച്ചു കുറെ നാൾ ജീവിച്ചതാണല്ലോ, അവർക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. ഒടുവിൽ അൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് എല്ലാവരെയും സാക്ഷി നിർത്തി അവർ വിവാഹിതരായി. അധികം വൈകാതെ അവർ കുറച്ചധികം വലിയൊരു വീട്ടിലേക്ക് താമസം മാറി. തെരേസ അപ്പോഴേക്കും ഓസ്റ്റിന്റെ സഹോദരനെ ഗർഭം ധരിച്ചിരുന്നു. വൈകാതെ ലോഗൻ ഈ ലോകത്തേക്ക് പിറന്നു വീണു. ഓസ്റ്റിൻ ആദ്യമായി ലോഗനെ കാണാനെത്തി. പക്ഷെ ലോഗനെ കണ്ടപ്പോഴുള്ള ഓസ്റ്റിന്റെ പ്രവൃത്തികളും മറ്റും ഓസ്റ്റിൻ സാധാരണ കുട്ടികളെ പോലെയല്ലല്ലോ എന്നൊരു തോന്നൽ പാരന്റ്സിനുണ്ടാക്കിയിരുന്നു. അവൻ വളരും തോറും അവന്റെ ബിഹേവിയറിൽ വളരെയധികം വ്യത്യാസങ്ങൾ കണ്ടുവന്നിരുന്നു. വളരെ വിചിത്രമായ ജീവിത രീതികളായിരുന്നു ഓസ്റ്റിൻ ഉണ്ടായിരുന്നത്. അതാരെങ്കിലും ഡിസ്റ്റർബ് ചെയ്ത അവൻ വല്ലാതെ പ്രശ്നമുണ്ടാക്കുകയും കരയുകയും ഒച്ചപ്പാടുണ്ടാക്കുകയും ഒക്കെ ചെയ്യും. ഓസ്റ്റിന്റെ വാക്കുകളിലൂടെ ചില കാര്യങ്ങൾ നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാം. ഓസ്റ്റിൻ എപ്പോഴും ജീവിതത്തെ നോക്കിക്കണ്ടിരുന്നത് വ്യത്യസ്തമായൊരു രീതിയിലായിരുന്നു. പക്ഷേ ഓസ്റ്റിന്റെ അച്ഛൻ സ്കോട്ടിന് ഒരിക്കലും അവനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അച്ഛനും താനും തമ്മിൽ പല കാര്യങ്ങളിലും ഒരുപാട് അകലമുണ്ട് എന്നായിരുന്നു എപ്പോഴും അന്നൊക്കെ ഓസ്റ്റിന് തോന്നിയിരുന്നത്. ഓരോ കാര്യത്തിനും ഓസ്റ്റിൻ ഫ്രസ്ട്രേറ്റഡ് ആകും, കരയുകയും ചെയ്യും. ഓസ്റ്റിന്റെ ഈ സ്വഭാവം സ്കോട്ടിനെയും വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആക്കിയിരുന്നു. താനൊരു മോശം അച്ഛനാണോ എന്നുപോലും സ്കോട്ട് പലതവണ ആലോചിച്ചു. ഒടുവിൽ ഇതെന്താ സംഭവമെന്ന് കണ്ടെത്താൻ വേണ്ടി അവർ ഓസ്റ്റിന്റെ ഒരു സൈക്യാട്രിക് ഇവാലുവേഷൻ നടത്താൻ തീരുമാനിച്ചു. ഓസ്റ്റിനെ അവർ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ അവനെ പരിശോധിച്ചു. ഒടുവിൽ അവരോട് ആ കാര്യം വെളിപ്പെടുത്തി. ഓസ്റ്റിൻ ഓട്ടിസ്റ്റിക് ആയ ഒരു ചൈൽഡാണ്. അതറിഞ്ഞപ്പോൾ തെരേസയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നിയിരുന്നു. ഒന്നുമില്ലെങ്കിലും എന്തുകൊണ്ടാണ് ഓസ്റ്റിൻ ഇങ്ങനെ വിചിത്രമായി പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാനെങ്കിലും സാധിച്ചല്ലോ എന്ന ആശ്വാസമായിരുന്നു അവൾക്ക്. പക്ഷേ സ്കോട്ടിന് ഒരിക്കലും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ ഫാമിലിയെ ഓർത്ത് അവൻ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരുന്നു. വർഷങ്ങൾ പിന്നീട് അങ്ങോട്ടേക്ക് കടന്നുപോയി. ഓരോ വർഷത്തിലും ഓസ്റ്റിന്റെ ശരീരത്തിൽ എല്ലുപൊട്ടുന്നതിന് മാത്രം ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, ഫാമിലിയിലെ എല്ലാവരുടെയും എല്ലുകൾ ഒന്നിച്ചൊടിഞ്ഞ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓസ്റ്റിൻ സ്കൂളിൽ പോകുന്ന സമയമായി. പുതിയ സ്കൂളിലേക്ക് അവനേറെ ഇഷ്ടപ്പെട്ട വ്യത്യസ്തമായ തൊപ്പിയൊക്കെ വെച്ചിട്ടായിരുന്നു അവൻ ചെന്നതുപോലും. സത്യം പറഞ്ഞാൽ ഒരു സാധാരണ സ്കൂളിലേക്ക് മകനെ അങ്ങനെ അയക്കുന്നതിൽ സ്കോട്ടിന് ഭയമുണ്ടായിരുന്നു. പക്ഷേ ലോഗൻ അച്ഛനെ ആശ്വസിപ്പിച്ചു. തങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നവൻ അച്ഛനോട് പറഞ്ഞു. ഓസ്റ്റിൻ അങ്ങനെ സ്കൂളിലേക്ക് ചെന്നു. സ്കൂളിലുള്ള തന്റെ ക്ലാസ്മേറ്റിനെയും മറ്റും വളരെയധികം കൗതുകത്തോടെ അവൻ പരിചയപ്പെടുകയും സംസാരിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തു. ക്ലാസ്മേറ്റായ ടൈലർ തന്റെ ഒരു സുഹൃത്താണ് എന്ന് ഓസ്റ്റിൻ കരുതിയിരുന്നു. പക്ഷേ ടൈലർ എപ്പോഴും ഓസ്റ്റിനെ ബുള്ളി ചെയ്യാനായിരുന്നു ശ്രമിച്ചിരുന്നത്. പക്ഷെ അത് മനസ്സിലാക്കി ലോഗൻ ടൈലറോട് കാര്യങ്ങൾ സംസാരിച്ചു. തന്റെ സഹോദരൻ ഓട്ടിസ്റ്റിക് ആയ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു. ഓസ്റ്റിന്റെ പ്രത്യേകത എന്തെന്നാൽ സാധാരണ ഓട്ടിസം ബാധിച്ച കുട്ടികൾ വളരെ മൂടിയായിട്ട് അധികമാരോടും സംസാരിക്കാതൊക്കെയാണല്ലോ ഉണ്ടാവുക. ഓസ്റ്റിൻ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് നിർത്തുകയേയില്ല. എല്ലാവരോടും എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയിരിക്കെ വീട്ടിലും ഒരു ദിവസം ഓസ്റ്റിൻ സംസാരം തുടർന്നപ്പോ സ്കോട്ട് ഓസ്റ്റിനോട് നമുക്ക് പറക്കാൻ പോകാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഓസ്റ്റിന്റെ ചിന്തകളിൽ സ്കോട്ടും ഓസ്റ്റിനും ആകാശത്തൂടെ പറന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യമെന്തെന്നാൽ ഇരുവരും ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു.
നിൽക്കുകയായിരുന്നു. ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന സ്കോട്ടാകട്ടെ അതിലങ്ങ് ലയിച്ചുപോയി. ഓസ്റ്റിനാണ് തന്റെ പുറകു നിന്ന് തന്നെ ഇപ്പോൾ ഊഞ്ഞാലിൽ ആട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നവൻ ചിന്തിച്ചതുപോലുമില്ല. ഒരു ഘട്ടത്തിൽ സ്കോട്ട് അവന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറി. ഓസ്റ്റിൻ താഴെ വീണു. പറയണ്ടല്ലോ, താഴെ വീണാൽ അവന്റെ എല്ലുകൾ പൊട്ടും. ഇത്തവണ പൊട്ടിയത് ബാക്ക് ബോണിന്റെ പ്രധാന ഭാഗമായിട്ടുള്ള എല്ലായിരുന്നു. വിവരമറിഞ്ഞ് തെരേസ ആകെ പാനിക്കായി പോയിരുന്നു. സ്കോട്ടിനെ അന്ന് തെരേസ കണക്കിന് ശകാരിക്കുകയും ചെയ്തു. കൂടുതൽ ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞു. വേദന കൊണ്ട് ആദ്യം ഓസ്റ്റിൻ കരഞ്ഞിരുന്നെങ്കിലും എല്ല് സുഖപ്പെടാൻ അവന് ജാക്കറ്റ് ധരിക്കേണ്ടി വന്നു. പ്രത്യേകം തയ്യാറാക്കിയ ഒരു ബ്രേസ്, അതിൽ ബാറ്റ്മാന്റെ ലോഗോ വരച്ചു ചേർക്കപ്പെട്ടിരുന്നു. അതവനെ സന്തോഷിപ്പിച്ചു. അവന്റെ ശരീരത്തിലെ 42-ാമത്തെയും 43-ാമത്തെയും മെല്ലുപൊട്ടലായിരുന്നു അത്. തുടർച്ചയായുള്ള മെഡിക്കൽ ബില്ലുകളും വീട്ടുകാര്യങ്ങൾ നോക്കുന്ന സ്ത്രീ എന്ന നിലയിലുള്ള ബുദ്ധിമുട്ടുകളും കാരണം തെരേസ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. സ്കോട്ടാണെങ്കിൽ ജോലിക്കെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. പലപ്പോഴും ദൂരെ പലയിടത്തും പ്രൊജക്ടിന്റെ കാര്യങ്ങൾക്കും മറ്റും സ്കോട്ടിന് പോവേണ്ടി വരാറുണ്ട്. കൂടുതൽ സ്ട്രെസ് ആവുന്ന സമയത്ത് തെരേസ ഇരുന്ന് വീഡിയോ ഗെയിം കളിക്കുമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഏറെ എക്സ്പെൻസീവായ മെഡിക്കൽ ബില്ലുകളുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ തെരേസ വീണ്ടും വല്ലാതാവും. സ്കോട്ടിനും പലതരത്തിൽ സ്ട്രെസ്സുകൾ ഉണ്ടാവുമായിരുന്നു. പക്ഷേ സ്കോട്ട് അതൊഴിവാക്കിയിരുന്നത് മദ്യപിച്ചുകൊണ്ടായിരുന്നു. നാളുകൾ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അവരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക് വഴിമാറിയത് സ്കോട്ടിന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോഴായിരുന്നു. ഒരു പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യപ്പെട്ടില്ല. കമ്പനി കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന യങ്ങായിട്ടുള്ള ആളെ വേണം എന്ന തരത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ സ്കോട്ട് ജോലി രാജിവെച്ചു. തെരേസ ആകെ പാനിക്കായിരുന്നു. സ്കോട്ട് പക്ഷേ തെരേസയെ സമാധാനിപ്പിച്ചു. 3 മാസത്തിനുള്ളിൽ താൻ മറ്റൊരു ജോലി കണ്ടെത്തിക്കോളാം എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ നാളുകൾ മുമ്പോട്ട് പോകും തോറും സ്കോട്ടിന്റെ സ്ട്രെസ് വർദ്ധിച്ചു വന്നു. അതോടെ ഫാമിലിയിൽ നിന്ന് കുറച്ചധികം അകന്നു മാറുവാൻ സ്കോട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും മക്കളുടെ കാര്യത്തിനൊക്കെ സ്കോട്ട് എപ്പോഴും പോയിരുന്നു. അങ്ങനെ ഓസ്റ്റിൻ സ്കൂളിലെ മാസ്കോട്ട് കോസ്റ്റ്യൂം ധരിക്കുന്ന ചീർ ലീഡർ ആയ സമയം ഒരിക്കലൊരു പ്രോഗ്രാമിൽ ഓസ്റ്റിൻ അത്തരത്തിൽ പങ്കെടുക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അവൻ മൂഡ് ഓഫ് ആയി. ഓസ്റ്റിൻ തന്നെ പറയുന്നുണ്ട്, ഓസ്റ്റിന്റെ ഓട്ടിസം കാരണമായിരിക്കണം. പെട്ടെന്ന് അവന് ഒരു ഉത്സാഹവും ഇല്ലാത്ത പോലെ തോന്നും. പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. ഓസ്റ്റിൻ അങ്ങനെ ദുഃഖിച്ച് മാറിയിരിക്കുന്നത് സ്കോട്ടിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തന്റെ മകനെ ചീറാക്കാൻ സ്കോട്ട് ഇറങ്ങിച്ചെന്നു. ഓസ്റ്റിന്റെ മാസ്കോട്ട് കോസ്റ്റ്യൂമിന്റെ ഹെഡ് എടുത്തു വെച്ച് അയാൾ അവിടെ തുള്ളിച്ചാടാൻ തുടങ്ങി. അത് കണ്ട് സന്തോഷത്തോടെ ഓസ്റ്റിനും അച്ഛനൊപ്പം പങ്കുചേർന്നു. സ്കോട്ട് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ വീടിന് മുമ്പിലുള്ള ട്രാഷ് ബിൻസ് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അവൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. അകത്തെത്തി അവൻ തെരേസയോട് കാര്യങ്ങൾ ചോദിച്ചു. ആ സമയത്താണ് തെരേസ വീട്ടിലെ ഫിനാൻഷ്യൽ ബേർഡന്റെ കാര്യം പറയുന്നത്. തെരേസയുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടക്കം നിയന്ത്രണം വിട്ട പോലെ കൈവിട്ടുപോയിരുന്നു. നിലവിൽ വീട്ടിലെ യൂട്ടിലിറ്റി ബില്ലുകൾ പോലും മാനേജ് ചെയ്യാൻ തെരേസയ്ക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് വേസ്റ്റ് എടുക്കുന്നവർ വേസ്റ്റ് ബിൻ എടുത്തുകൊണ്ട് പോയി. അന്ന് വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ പുറത്ത് സ്കോട്ടും തെരേസയും തമ്മിൽ വലിയൊരു വാക്കുതർക്കം തന്നെ സംഭവിച്ചു. ഓസ്റ്റിൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ മുമ്പിൽ മറ്റു വഴികളില്ലെന്ന് കണ്ടതും അവർ തങ്ങളുടെ ആ വലിയ വീട് വിറ്റ് ചെറിയൊരു വീട്ടിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചു. സ്കോട്ട് തന്റെ കുടിക്കുന്ന ശീലം തുടർന്നുകൊണ്ടേയിരുന്നു. കൂടുതൽ കുടിക്കുന്തോറും അവൻ കൂടുതൽ സ്ട്രെസ്ഡായി മാറിക്കൊണ്ടിരുന്നു. എന്തിനേറെ പറയുന്നു, പാരന്റ്സ് താങ്ക്സ് ഗിവിംഗ് പരിപാടിക്ക് എത്തിയപ്പോൾ വരെ വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു അവൻ അവരോട് ഇടപെട്ടത്. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി ഓരോന്നും അവൻ എണ്ണി പാരന്റ്സിനോട് പറഞ്ഞു. പാരന്റ്സ് അവന് മറുപടി കൊടുത്തു. എല്ലാ മുതിർന്നവരും ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നത് ഇങ്ങനൊക്കെ തന്നെയാണ്. പലരും ഇതുപോലെ കഷ്ടതകളിലൂടെയാ കടന്നു പോകുന്നതും. സ്കോട്ടൊന്ന് കുടിച്ച് അവശതയിലായിരുന്നു വീട്ടിൽ വന്നു കിടന്നത്. സ്കോട്ടിന്റെ കുടിക്കുന്ന ശീലം വർദ്ധിക്കുന്നത് തെരേസ നോട്ട് ചെയ്തിരുന്നു. അത് നിയന്ത്രിക്കാൻ അവൻ വാങ്ങിവെച്ചിരുന്ന വൈനും മദ്യവുമൊക്കെ തെരേസ വാഷ് ബേസിനിൽ ഒഴിച്ചു കളഞ്ഞു. സ്കോട്ടിനതിൽ വലിയ ദേഷ്യം തന്നെ വന്നിരുന്നു. എനിക്കെന്റെ അച്ഛനെ പോലെ മദ്യപാനിയായ ഒരു ഭർത്താവിന്റെ ആവശ്യമില്ലെന്നും എത്രയും വേഗം ഇത് നിർത്തിക്കോളാനും തെരേസ അവനോട് പറഞ്ഞു. ഇതേ സമയത്ത് തന്നെയായിരുന്നു സ്കൂളിലും ചില പ്രശ്നങ്ങൾ അരങ്ങേറുന്നത്. ബുള്ളിയായ ടൈലർ എപ്പോഴും ഓസ്റ്റിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓസ്റ്റിൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയും അവന്റെ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ അത് ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ആകും. നിർത്താതെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ക്ലാസ്സിൽ അത് വലിയ ഡിസ്റ്റർബൻസ് ആവുന്നതോടെ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭങ്ങളും വന്നു. പിന്നാലെ സ്കൂളിൽ നിന്ന് തെരേസയ്ക്ക് ഫോൺ വിളിയും എത്തി. ഓസ്റ്റിൻ ഒരു സ്പെഷ്യൽ ചൈൽഡ് ആണല്ലോ, അതുകൊണ്ട് അവനെ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറ്റണം, മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അത്. ഇപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സ്കോട്ടിനെ വിളിക്കാൻ സ്കൂളിൽ നിന്ന് ശ്രമിച്ചെങ്കിലും സ്കോട്ട് കോള എടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിലെ കാര്യങ്ങൾ നടന്നതിന് പിന്നാലെയാണ് ഓസ്റ്റിന്റെ സ്വഭാവവും മാറാൻ തുടങ്ങുന്നത്. വീട്ടിൽ വളരെ അഗ്രസീവായ തരം ബിഹേവിയറിലേക്ക് ഓസ്റ്റിന്റെ സ്വഭാവം മാറി.
തെരേസയെ ഒരിക്കൽ അവൻ കപ്പ് വെച്ചെറിഞ്ഞു. എന്തിനേറെ പറയുന്നു, ലോകന്റെ കഴുത്തിനിരിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ പാരന്റ്സ് ഇടപെട്ടായിരുന്നു രണ്ടുപേരെയും മാറ്റിയത്. ഒടുവിൽ ട്രീറ്റ്മെന്റിനു വേണ്ടി ഓസ്റ്റിനെ വീണ്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ അവർ തീരുമാനിച്ചു. ഏറ്റവും ദുഃഖിച്ചത് തെരേസയായിരുന്നു. ഓസ്റ്റിനെ ട്രീറ്റ്മെന്റിനാക്കി അവർ തിരികെ പോന്നു. ഓസ്റ്റിനും ഒറ്റയ്ക്കായി. അവനും ദുഃഖിതനായിരുന്നു. തെരേസ ലോകനെ ഗർഭിണിയായിരുന്ന സമയത്ത് സ്കോട്ടുണ്ടാക്കിയ ഒരു താരാട്ടുപാട്ടുണ്ടായിരുന്നു. ആ താരാട്ടുപാട്ട് ആവർത്തിച്ച് പാടിക്കൊണ്ട് അവൻ ദുഃഖത്തോടെ കിടന്നു. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഓരോന്നായി വർദ്ധിച്ചു വരുന്നു. അന്ന് കാർ ഓടിച്ച തെരേസ ദേഷ്യത്തിൽ വളരെ വേഗത്തിൽ കാർ ഓടിച്ചു. നിയന്ത്രണം വിട്ട് കാർ ഒന്ന് അപകടത്തിൽപ്പെടേണ്ടതുപോലുമായിരുന്നു. സ്കോട്ടിന് ദൈവത്തോട് പോലും ദേഷ്യം തോന്നി. പുരോഹിതന് വരെ അന്നവൻ ചീത്ത വിളിച്ചു. ദൈവം തങ്ങൾക്ക് കഷ്ടതകൾ മാത്രമാണ് നൽകുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഓസ്റ്റിനെ പിരിഞ്ഞിരിക്കാൻ തെരേസയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. സൈക്യാട്രിക് ട്രീറ്റ്മെന്റിലുള്ള അവനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുവരുവാൻ തെരേസ തീരുമാനിച്ചു. തെരേസയും സ്കോട്ടും അതിനായി അങ്ങോട്ടേക്കെത്തി. അവരെ കണ്ടതും സന്തോഷത്തോടെ അവൻ വന്ന് കെട്ടിപ്പിടിച്ചു. പഴയ ദേഷ്യമുള്ള സ്വഭാവമൊക്കെ മാറി ശാന്ത സ്വഭാവത്തിലേക്ക് അവൻ എത്തിയിരുന്നു. അങ്ങനെ ഫാമിലി വീണ്ടും സന്തോഷത്തോടെ ഒന്നിച്ചു. ക്രിസ്മസ് എത്തുകയായിരുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് ലോകനൊരു ഗിഫ്റ്റ് കിട്ടി. അതൊരു സ്കേറ്റ് ബോർഡ് ആയിരുന്നു. ഓസ്റ്റിനാകട്ടെ അവൻ ഏറെ ഇഷ്ടപ്പെട്ട ബൗട്ടായി സമ്മാനമായി കിട്ടുകയും ചെയ്തു. ഓസ്റ്റിൻ അന്ന് അച്ഛനോട് സംസാരിച്ചു. എപ്പോഴും ഒരു ഫാദർ സൺ ക്യാമ്പിന് പോകണം എന്ന് ഓസ്റ്റിൻ ആഗ്രഹിച്ചിരുന്നു. തന്നെ സൈക്യാട്രിക് വാർഡിലൊക്കെ ആക്കിയതാണല്ലോ. അത് പറഞ്ഞ് അച്ഛന്റെ ഉള്ളിലെ കുറ്റബോധം ഉണർത്തി അച്ഛനെ വരാനിരിക്കുന്ന ഒരു ക്യാമ്പിന് പോകാം എന്ന കാര്യത്തിൽ അവൻ സമ്മതിപ്പിച്ചെടുത്തു. സ്കോട്ട് സമ്മതിച്ചതോടെ ഓസ്റ്റിൻ അത്രമേൽ സന്തോഷിച്ചിരുന്നു. ഓസ്റ്റിന്റെ ആ സന്തോഷം കണ്ട് പാരന്റ്സും സന്തോഷിച്ചു. ഓസ്റ്റിനെ അവന്റെ യഥാർത്ഥ സ്കൂളിൽ നിന്നും മാറ്റാൻ പറഞ്ഞിരുന്നല്ലോ. അവനിപ്പോ സാധാരണ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്. അവനെ അങ്ങനെ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറ്റണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് തെരേസയും സ്കോട്ടും എത്തി. 2 മാസം കഴിഞ്ഞായിരുന്നു സ്കോട്ട് പറഞ്ഞ ക്യാമ്പുണ്ടായിരുന്നത്. പക്ഷേ അന്ന് തൊട്ടേ അവൻ അതിന് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ ന്യൂ ഇയേഴ്സ് ഈവിന്റെ ദിവസം എത്തി. കഥയുടെ ആരംഭത്തിലെ ആ ദിവസം അന്നായിരുന്നു സ്കോട്ട് ന്യൂ ഇയേഴ്സ് പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയതും ഒരുപാട് മദ്യപിക്കുന്നതും. കഥയുടെ ആരംഭത്തിൽ താനെന്തൊരു അച്ഛനാണ്, താൻ നല്ലൊരു ഭർത്താവല്ല എന്ന മട്ടിലൊക്കെ കണ്ണാടിയിൽ നോക്കി സംസാരിക്കുന്ന സ്കോട്ടിനെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. യാഥാർത്ഥ്യത്തിൽ സ്കോട്ട് എന്ന കണ്ണാടിയിൽ നോക്കിയായിരുന്നില്ല സംസാരിച്ചുകൊണ്ടിരുന്നത്. അവനോടത് പറഞ്ഞുകൊണ്ടിരുന്നത് അവന്റെ സുഹൃത്ത് ജോ ആയിരുന്നു. മുമ്പിൽ ജോ നിൽക്കുന്നതായി അവൻ നോക്കിക്കണ്ടിരുന്നു. ജോ ആയിരുന്നു അവനെ പാർട്ടിയിൽ ഒരുപാട് മദ്യപിച്ച് ബഹളം കൂട്ടിയതിനും മറ്റും നീ നല്ലൊരു അച്ഛനാണോ നല്ലൊരു ഭർത്താവാണോ എന്ന് ചോദിച്ച് കുറ്റപ്പെടുത്തിയത്. സ്കോട്ട് പക്ഷേ അന്ന് ജോയോട് തർക്കിച്ചു. താൻ അത്രയൊക്കെ കുടിച്ചാലും അണ്ടർ കൺട്രോളിലാണെന്നും ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടായിരുന്നു അത്. പിറ്റേന്ന് രാവിലെ വീട്ടിലെത്തി സ്കോട്ട് ഉറങ്ങുകയായിരുന്നു. തെരേസ അവന്റെ ദേഹത്തേക്ക് വെള്ളം കമിഴ്ത്തിയാണ് അവനെ എഴുന്നേൽപ്പിച്ചത്. ഞെട്ടലോടെ സ്കോട്ട് എഴുന്നേറ്റു. എന്താ കാര്യമെന്ന് ചോദിച്ചു. തലേന്ന് മദ്യപിച്ച് വണ്ടി ഓടിച്ചു വന്ന സ്കോട്ട് അവരുടെ വീടിന്റെ മുമ്പിലുള്ള മരത്തിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റിയിരുന്നു. അത് കണ്ട് സ്കോട്ട് ഒന്ന് ഭയന്നു. മക്കൾക്ക് വല്ലതും പറ്റിയോന്ന് ചോദിച്ചു. ഇല്ലെന്ന് തെരേസ മറുപടി പറഞ്ഞു. പക്ഷേ മക്കളെ വെച്ച് അത്ര കെയർലെസ് ആയി സ്കോട്ട് വണ്ടി ഓടിച്ചു. മാത്രമല്ല മദ്യപിക്കില്ലെന്ന് പറഞ്ഞിട്ട് അത്രയധികം മദ്യപിക്കുകയും ചെയ്തു. തെരേസയുടെ നിയന്ത്രണം തന്നെ വിട്ടിരുന്നു. സ്കോട്ടിനോട് ഈ നിമിഷം നീ വീട് വിട്ട് ഇറങ്ങിപ്പോണം എന്ന് തെരേസ പറഞ്ഞു. ഒടുവിൽ സ്കോട്ടിന് വീട് വിട്ടിറങ്ങേണ്ടി വന്നു. തെരേസയെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോളിക്കായ ഒരു അച്ഛൻ അവരുടെ കൂടെ ഉണ്ടാവേണ്ട കാര്യമില്ലായിരുന്നു. പ്രത്യേകിച്ച് കെയർ വേണ്ട ഓസ്റ്റിനെ പോലൊരു കുട്ടിയുടെ അടുക്കൽ മദ്യപാനിയായ ഒരു അച്ഛനുണ്ടെങ്കിൽ കുട്ടിക്കതൊരു അപകടമാണ് എന്നവൾ ചിന്തിച്ചിരുന്നു. സ്കോട്ട് അന്ന് അവിടെ നിന്നിറങ്ങി നേരെ പോയത് പാരന്റ്സിന്റെ വീട്ടിലേക്കാണ്. തനിക്ക് പറ്റിയ തെറ്റുകളെ പറ്റിയൊക്കെ പാരന്റ്സിനോട് അവൻ ഏറ്റു പറഞ്ഞു. പാരന്റ്സ് അവനെ ആശ്വസിപ്പിച്ചു. അവൻ ശരിയാവേണ്ടുന്നതിന്റെ ഉത്തരവാദിത്വത്തെ പറ്റി അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് സ്കോട്ട് തന്റെ മദ്യപാനശീലം അവസാനിപ്പിക്കാൻ ശ്രമിക്കാൻ തീരുമാനിച്ചത്. സപ്പോർട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാകുമല്ലോ, ആൽക്കഹോളിക്സ് അനോണിമസ് പോലെ അത്തരത്തിലൊരു ഗ്രൂപ്പിലേക്ക് സ്കോട്ട് എത്തി. ആദ്യമൊക്കെ തന്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ സ്കോട്ടിന് വലിയ മടിയായിരുന്നു. അങ്ങനെ പിരിഞ്ഞു ജീവിക്കുന്ന കാലത്ത് മക്കളിടയ്ക്ക് സ്കോട്ടിനെ കാണാൻ വരും. സ്കോട്ടിനോട് അവർ സംസാരിക്കും. ഒരു ദിവസം അച്ഛനെപ്പോഴാ വീട്ടിൽ വരുന്നേ എന്ന് ഓസ്റ്റിൻ ചോദിച്ചു. തനിക്കറിയില്ലെന്നും താനിനിയും ഒരുപാട് നന്നാവാനുണ്ട് എന്നുമായിരുന്നു അവന്റെ മറുപടി. മറുവശത്ത് തെരേസയെ പറഞ്ഞ് മനസ്സിലാക്കാനും സമാധാനിപ്പിക്കാനും കൂട്ടുകാരും പാരന്റ്സും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മദ്യപാനിയായ സ്കോട്ടിൽ നിന്ന് സെപ്പറേറ്റഡ് ആവണം എന്ന തീരുമാനത്തിൽ തെരേസ ഉറച്ചു നിന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തന്റെ പുതിയ സ്കേറ്റ് ബോർഡുമായി ലോഗൻ സ്കൂളിൽ പോയി. ബുള്ളിയായ ടൈലർ അടുത്തു വന്ന് അവന്റെ സ്കേറ്റ് ബോർഡ് പിടിച്ചു വാങ്ങുകയും ഇത് തന്റേതാണ് എന്ന മട്ടിൽ പറയുകയും ഒക്കെ ചെയ്തു. അവർ തമ്മിൽ അതിന്റെ പേരിൽ ഒരു ഫൈറ്റ് ഉണ്ടായി. എന്തായാലും അന്ന് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ലോഗൻ വീട്ടിലേക്ക് മടങ്ങിയെത്തി. വീട്ടിലെത്തി
അവൻ വിവരങ്ങൾ പറഞ്ഞു. തെരേസ അവനെ പരിപാലിച്ചുകൊണ്ടിരിക്കെ അവിടുണ്ടായിരുന്ന ഓസ്റ്റിനോട് ലോഗൻ ചോദിച്ചു, ടൈലർ അത്ര മോശമാണെന്ന് നിനക്കറിയാമല്ലോ, എന്നിട്ടും നീ എന്തിനാ അവന്റെ കൂട്ടുകാരനാവാൻ നടക്കുന്നേ? അവൻ നിന്റെ കൂട്ടുകാരനാണെന്ന് പറയുന്നേ? ഓസ്റ്റിൻ പറഞ്ഞു, ടൈലർ ഒരു പാവമാണ്. ടൈലർ വല്ലാത്ത ദുഃഖിതനാ. നിങ്ങൾക്കറിയോ, ടൈലറുടെ അച്ഛൻ കുറെ കാലമായി ജയിലിലാണ്. അമ്മയാകട്ടെ ഒരു ക്യാൻസർ രോഗിയും. അങ്ങനൊരവസ്ഥയിൽ വളരെ കഷ്ടപ്പെട്ട് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നേ. അതിന്റെ ദേഷ്യവും മറ്റും അവൻ കുട്ടികളോട് കാണിക്കുന്നേ ഉള്ളൂ. അത് കേട്ടതും ടൈലറോട് ലോഗനും സഹതാപം തോന്നി. അടുത്ത ദിവസം ഓഫീസ് റൂമിലേക്ക് ടൈലറെയും ലോഗനെയും വിളിപ്പിച്ചിരുന്നു. എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ ലോഗൻ ഒരു വഴിയും കണ്ടെത്തിയിരുന്നു. ടൈലറുമായി നല്ലൊരു സുഹൃത്താവുക. ടൈലറിന് കൊടുക്കാൻ അവൻ തന്റെ പുതിയ സ്കേറ്റ് ബോർഡ് പാക്ക് ചെയ്തെടുത്തു. തന്റെ സമ്മാനമായി ടൈലറിന് അവനത് വെച്ച് നീട്ടി. ആദ്യം ടൈലർ ഒന്നും അടിച്ചെങ്കിലും സന്തോഷത്തോടെ ഒടുവിൽ അവനത് ഏറ്റുവാങ്ങി. ടൈലറും ലോഗനും അങ്ങനെ നല്ല സുഹൃത്തുക്കളായി മാറി. അങ്ങനെ ഒരു ദിവസം സ്കോട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് ഗ്രൂപ്പിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു അവിടുത്തെ പുതിയ മെമ്പർ കടന്നു വന്നത്. അത് സ്കോട്ട് പണ്ട് ചീത്ത വിളിച്ച അതേ മതപുരോഹിതനായിരുന്നു. മതപുരോഹിതൻ വരെ മദ്യത്തിന് അടിമപ്പെടുമ്പോൾ തനിക്കും പറ്റാവുന്ന ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ എന്ന് സ്കോട്ട് തിരിച്ചറിഞ്ഞു. അന്നു മുതൽ മദ്യം ഉപേക്ഷിക്കാൻ സ്കോട്ട് പരമാവധി ശ്രമിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ലോഗൻ വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിൽ നിന്ന് ഓസ്റ്റിന് സ്പെഷ്യൽ സ്കൂൾ റെക്കമെൻഡ് ചെയ്തതുകൊണ്ടും മറ്റും ഓസ്റ്റിൻ അപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ അറിയിക്കാം എന്ന് മാനേജ്മെന്റ് പറഞ്ഞിട്ടുമുണ്ട്. ഓസ്റ്റിനെ അങ്ങനെ വീട്ടിലിരുത്തി സ്കൂളിൽ പോകുമ്പോൾ ലോഗൻ എന്തോ ദുഃഖം തോന്നിയിരുന്നു. അങ്ങനെയിരിക്കെ സ്കൂൾ മാനേജ്മെന്റ് അവരുടെ ഡിസിഷൻ പറയാൻ സ്കോട്ടിനെയും തെരേസയെയും ഒരു ദിവസം സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി. സ്കോട്ടെന്ന് അവിടുത്തെ സ്റ്റാഫിനോട് വാദിച്ചു. തന്റെ മകൻ ഓസ്റ്റിന് ഓട്ടിസം ഉണ്ട്. പക്ഷെ അതത്ര പ്രശ്നമുള്ള ഓട്ടിസം ഒന്നുമല്ല. സാധാരണ കുട്ടികൾക്കൊപ്പം പഠിക്കുവാൻ അവന് കഴിയും. അവനെ ഈ സ്കൂളിൽ നിന്നും മാറ്റേണ്ടതില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ആ സമയമാണ് സ്കൂൾ കൗൺസിലർ ആ കാര്യം വ്യക്തമാക്കുന്നത്. ഓസ്റ്റിനെ അല്ലെങ്കിലും പുറത്താക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. സ്കൂളിലെ കുട്ടികളൊക്കെ തയ്യാറാക്കിയ ഈ പെറ്റീഷൻ നിങ്ങളൊന്ന് നോക്കൂ. ആ പെറ്റീഷൻ ഓസ്റ്റിന്റെ പാരന്റ്സ് നോക്കി. അത് കണ്ടവർ ഞെട്ടിയിരുന്നു. ഓസ്റ്റിന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെയും ഓസ്റ്റിൻ തിരികെ സ്കൂളിലേക്ക് വരണം എന്ന് പറഞ്ഞ പെറ്റീഷൻ ഉണ്ടാക്കി സൈൻ ചെയ്ത് സ്കൂളിലെ മാനേജ്മെന്റിനും കൗൺസിലർക്കും കൊടുത്തിരിക്കുന്നു. അത് കണ്ട് ഓസ്റ്റിന്റെ പാരന്റ്സ് അത്ഭുതത്തോടെ സന്തോഷിച്ചു. അധികം വൈകാതെ ഓസ്റ്റിൻ സ്കൂളിലേക്ക് തിരികെ എത്തുകയായിരുന്നു. സ്കൂൾ മാസ്കോട്ട് വേഷം ധരിച്ച് ആഘോഷത്തോടെയായിരുന്നു അവന്റെ വരവ്. സ്കൂളിലെ കുട്ടികൾ എല്ലാവരും അവന്റെ തിരിച്ചുവരവിൽ കയ്യടികളോടെ സന്തോഷം പ്രകടിപ്പിച്ചു. ലോഗൻ ടൈലറോട് നന്ദി പറഞ്ഞു. ടൈലറായിരുന്നു ഓസ്റ്റിനു വേണ്ടി കുട്ടികളുടെയൊക്കെ അടുത്തു ചെന്ന് അന്ന് ആ പെറ്റീഷൻ തയ്യാറാക്കിയത്. സ്കൂളിലെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ അവസാനിച്ചു. ഇനി ശരിയാവാനുള്ളത് സ്കോട്ട് തന്നെയാണ്. സ്കോട്ട് അത് തിരിച്ചറിഞ്ഞിരുന്നു. അടുത്ത സപ്പോർട്ട് ഗ്രൂപ്പ് മീറ്റിംഗിൽ താൻ ഇനി ജീവിതത്തെ നോക്കിക്കാണാൻ പോകുന്ന രീതിയെപ്പറ്റി മനസ്സ് തുറന്ന് അവൻ സംസാരിച്ചു. തന്റെ മകൻ ഓസ്റ്റിനുണ്ട്. ഓരോ ദിവസവും ഓരോ നിമിഷവും അവൻ ആഘോഷിക്കുകയാണ്. ഈ ലോകത്തെ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് അവൻ നോക്കിക്കാണുന്നത്. അവന് ഈ ലോകത്തെ സന്തോഷം മാത്രം മതി. ഇന്നു മുതൽ താനും അത്തരത്തിലായിരിക്കും ജീവിക്കുക. അന്നവനത് പറഞ്ഞ ശേഷം വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. വീട്ടിലെത്തുമ്പോൾ തെരേസ അവനെ കാത്തിരിക്കുന്നുണ്ട്. തെരേസയും സ്കോട്ടും അന്നൊരുപാട് സംസാരിച്ചു. തന്റെ തെറ്റുകൾക്ക് കരഞ്ഞുകൊണ്ട് സ്കോട്ട് മാപ്പപേക്ഷിച്ചു. തെരേസ പറഞ്ഞു, എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ സാധിക്കും. കുട്ടിയായ ലോഗൻ അവന്റെ ബുള്ളിയോട് ക്ഷമിച്ചു. മുതിർന്ന നമുക്ക് അതുപോലെ ക്ഷമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ എന്തിനു കൊള്ളാം? അങ്ങനെ തെരേസയും സ്കോട്ടും വീണ്ടും ഒന്നിക്കുകയായിരുന്നു. അങ്ങനൊടുവിൽ ആ ദിവസം എത്തി. ഫാദർ സൺ ക്യാമ്പിന്റെ ദിവസം. ഓസ്റ്റിനൊപ്പം ക്യാമ്പിൽ പങ്കെടുക്കാൻ സ്കോട്ടും പോയിരുന്നു. ഓസ്റ്റിനോടൊന്നിലും പങ്കെടുക്കുമ്പോൾ സ്കോട്ടിന് ഭയമുണ്ടായിരുന്നു. പക്ഷേ റിക്കും ജോയും അവനെ ആശ്വസിപ്പിച്ചു. ഓസ്റ്റിനിൽ അവന്റെ കഴിവിൽ വിശ്വസിക്കാൻ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ കുറെ ആക്ടിവിറ്റികളുമായി ക്യാമ്പ് മുമ്പോട്ട് പോയി. അവിടെ പുരോഹിതൻ റിക്കുണ്ടായിരുന്നു. പുരോഹിതനോട് അന്ന് രാത്രി സംസാരിക്കുമ്പോ സ്കോട്ട് പറഞ്ഞു, ജീവിതത്തിൽ എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നു. നീ എന്റെ നന്ദി ദൈവത്തോടൊന്ന് പറഞ്ഞേക്കണേ. ഞാൻ എന്തിനാ നിന്റെ നന്ദി അറിയിക്കുന്നേ? നിന്റെ നന്ദി നീ തന്നെ ദൈവത്തോട് നേരിട്ടറിയിച്ചാൽ മതി എന്നായിരുന്നു റിക്കിന്റെ മറുപടി. ആ ഒരു നിമിഷത്തിൽ തന്റെ കൂടെയുള്ള ജോ ഇനിയെങ്ങാൻ ദൈവത്തിന്റെ പ്രതിരൂപമാണോ എന്നുപോലും സ്കോട്ടിന് ഒരു നിമിഷം തോന്നി. തെറ്റുകളിലേക്ക് പോയപ്പോഴൊക്കെ അവനെ തിരുത്തി കൊടുത്തിരുന്നത് എപ്പോഴും അവന്റെ കൂടെയുള്ള അവന്റെ സാങ്കല്പിക കൂട്ടുകാരൻ ജോ ആയിരുന്നു. അച്ഛനൊപ്പം ക്യാമ്പിൽ പങ്കെടുത്ത് ഓസ്റ്റിനും സന്തോഷത്തോടെ ദിവസങ്ങൾ മുമ്പോട്ട് നീക്കി. ഒടുവിൽ തന്റെ അച്ഛൻ സ്കോട്ടിനെ നോക്കി ഓസ്റ്റിൻ തന്നെ സ്വയം മനസ്സിൽ പറഞ്ഞു, അച്ഛനിപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എന്നെപ്പോലെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ഏറെ സന്തോഷത്തോടെയായിരുന്നു അച്ഛന്റെ കൈപിടിച്ച് ക്യാമ്പ് കഴിഞ്ഞവൻ കാറിലേക്ക് നടന്നത്. അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കൂടുതൽ സന്തോഷങ്ങൾ കടന്നു വന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. സ്കോട്ടും തെരേസയും ഇപ്പോഴും മിഡ്വെസ്റ്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർ വിവാഹിതരായിട്ട് 27 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും അവർ പരസ്പരം ആത്മാർത്ഥ പ്രണയത്തിലാണ്. ഓസ്റ്റിൻ ഇപ്പോൾ 27 വയസ്സുണ്ട്.
ഒരു തരി പോലും അവൻ മാറിയിട്ടില്ല. ഇപ്പോഴും സിനിമകളും സൂപ്പർ ഹീറോസും ഭക്ഷണവും അവനേറെ പ്രിയപ്പെട്ടതാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.